Hello friends, I'm Shruti from Lollipops. കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മുടെ കോഡ്രോയിഡ് ലൈറ്റ് കോഡ്രോയിഡ് കോഡ് സെറ്റ്സ് നമ്മളിതിന് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രീ ബുക്കിംഗ് എടുത്തൊരു പ്രൊഡക്റ്റാണ്. ഇപ്രാവശ്യം അത് റെഡി സ്റ്റോക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വെരി ബ്യൂട്ടിഫുൾ കളേഴ്സ്. അന്ന് കൊണ്ടുവന്ന കുറച്ച് കളേഴ്സും ഉണ്ട്, കൂടാണ്ട് എക്സ്ട്രാ കളേഴ്സും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കളർ അന്ന് ഉണ്ടായിരുന്നില്ല. ഇതൊരു ബ്യൂട്ടിഫുൾ ഒരു പിങ്ക് ഷെയ്ഡാണ്, ഒരു ഇച്ചിരി ബ്രൈറ്റർ പിങ്ക് ഷെയ്ഡാണ്. സ്ലിറ്റഡ് കുർത്തിയാണ്, സ്ട്രേറ്റ് കട്ട് സ്ലിറ്റഡ്, ഫുള്ളി ഓപ്പണബിൾ ബട്ടൺ ആണ് വന്നിട്ടുള്ളത്. അന്ന് കുറച്ച് ഓപ്പണബിൾ ആയിരുന്നു, ഇത് ഫുൾ ഓപ്പണബിൾ ആണ്. 3/4 സ്ലീവ്സ് ആണ്, ഞാൻ ജസ്റ്റ് റോളപ്പ് ചെയ്ത് വെച്ചിരിക്കുവാണ്. സെമി പാരൽസ് ബോട്ടമാണ് വന്നിട്ടുള്ളത് കേട്ടോ. സെയിം കോഡ്രോയ്, ലൈറ്റ് കോഡ്രോയ്ക്കകത്താണ്. ലൈറ്റ് കോഡ്രോയ് ഫാബ്രിക് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ലൈറ്റ് കോഡ്രോയ് എന്ന് പറഞ്ഞാൽ കോഡ്രോയ് പോലെ കട്ടിയുള്ളതല്ല, കുറച്ചും കൂടി ഒരു ലൈറ്റ് ബ്രീതബിൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു വേർഷനാണ്. ശരിക്കും കോഡ്രോയ് കുറച്ചുകൂടി കട്ടിക്ക് വരും. കോഡ്രോയുടെ ടെക്നിക്ക് കൊണ്ടാണ് കോഡ്രോയ് എന്ന് പറഞ്ഞാൽ ആ ഫാബ്രിക്കിനെ അങ്ങനെ ആക്കുന്ന കോഡിങ് ടെക്നിക്കാണ് കോഡ്രോയ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തെ വേരിയേഷൻ അനുസരിച്ചിട്ടാണ് ലൈറ്റ് കോഡ്രോയും ഹാർഡ് കോഡ്രോയും വരും. അപ്പോൾ ദിസ് ഇസ് ലൈറ്റ് കോഡ്രോയ്. വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണിത്. ബിക്കോസ് ഇതിനകത്ത് സെമി പാരൽസ് ആണ് ബോട്ടം വന്നിരിക്കുന്നത്. ലോങ് സ്ട്രെയിറ്റ് കട്ട് സ്ലിറ്റഡ് കുർത്തിയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനത്തെ അറ്റയേഴ്സൊക്കെ നമ്മൾ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം ഷോർട്ട് ആയിട്ടുള്ളവർ കുറച്ചുകൂടി ലോങ് ആയിട്ട് തോന്നിക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളിത് ആംഗിളിൽ നിന്ന് കുറച്ച് ഉയർത്തി മാത്രമേ അതിൻ്റെ ഹൈറ്റ് സെറ്റായിട്ട് ഇടാവുള്ളൂ. ബിക്കോസ് നിങ്ങൾ എവിടെയാണ് ബോട്ടം ഇടുന്നത് എന്നുള്ളത് വെച്ചിട്ട് ആ ഒരു ലെങ്ത്തിൽ കിടക്കണം. ഇത് ഫുള്ളായിട്ട് നമ്മുടെ ആംഗിൾ കവർ ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ടോളറല്ല, നമ്മൾ കുറച്ചുകൂടി ഷോർട്ടറായിട്ട് തോന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇടുന്നത് കറക്റ്റായിട്ട് ആ ഒരു ആംഗിൾ കാണുന്ന രീതിയിൽ വേണം. ആംഗിൾ കട്ടിൽ കിടന്നാൽ മാത്രമേ ആ ഒരു അറ്റയറിൻ്റെ ഫുൾ ഭംഗി കാണുള്ളൂ. നമ്മൾ കുഞ്ഞു കുഞ്ഞു എലമെൻറ്റ്സ് ആണ് ആ ഒരു കംപ്ലീറ്റ് ലുക്കിനെ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോഡ് സെറ്റ്സ്, ഇതുപോലുള്ള കോഡ് സെറ്റ്സ് യൂസ് ചെയ്യുമ്പം ഷോർട്ടർ ആയിട്ടുള്ളവരാണ്, കുറച്ച് ഹെൽത്തിയർ ആയിട്ടുള്ളവരാണെന്നൊക്കെ ഒബ്വിയസ്ലി നിങ്ങൾ ഹീൽസ് യൂസ് ചെയ്യുക. എന്നാലേ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ആ ഒരു അപ്ലിഫ്റ്റഡ് ലുക്ക്, ആ ഒരു എലിവേറ്റഡ് ലുക്ക് കിട്ടുള്ളൂ കേട്ടോ. അടിപൊളി ക്ലാസ് സാധനമാണ്. ഇഷ്ടപ്പെട്ടത് വെബ്സൈറ്റ് ആണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത്. പ്രൈസ് 1399, 7 വർക്കിംഗ് ഡേയ്സിലാണ് ഡിസ്പാച്ച് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഫുൾ ഓപ്പണബിൾ ആണ്. ബോട്ടം വന്നിരിക്കുന്ന സെമി പാരൽസ് ആണ്, ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് ആണ് വരിക. ഇതിന് നമ്മൾ എന്താണ് ലൈനിങ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ലൈറ്റ് കോഡ്രോയ് ആണ് ഫാബ്രിക് വരുന്നത്. കളേഴ്സ് വേഗം നോക്കും. നമ്മളതിനെ എങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും കറക്റ്റ് ലുക്ക് വരുന്നത്. ബിക്കോസ് ഇതൊരു കോഡ്രോയ് എന്ന് പറയുന്നൊരു ഫാബ്രിക്കിനകത്ത് സോളിഡ് കളേഴ്സാണ്, അതിനകത്ത് അതിന് കൂടുതലായിട്ടൊന്നുമില്ല. പക്ഷേ അതിനെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റൈൽ ചെയ്ത് കഴിയുമ്പോഴത്തേനും അടിപൊളി ലുക്കായിരിക്കും. ഞാൻ ഇതിൻ്റെ കൂടെ പേര് ചെയ്തിരിക്കുന്ന ഹൂപ്സാണ്. ഇത് ഡുവൽ ടോൺഡ് ആയിട്ട് വന്നിട്ടുള്ള ഹൂപ്സാണ്. നമുക്ക് പല ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹൂപ്സ് നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡഡ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈലിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേരുന്ന രീതിയിലുള്ളത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പക്ക ഫോർമൽ ഒരു ഓഫീസ് വെയറിന് ബെസ്റ്റാണ്. ബിക്കോസ് ആ ഒരു ലുക്ക് കറക്റ്റായിട്ട് കിട്ടും. എസ്പെഷ്യലി മാൻഡ്രിൻ നെക്കും കൂടെ ഒക്കെ വരുന്നതുകൊണ്ട് ആ ഒരു ലുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഡെയിൻറ്റി ജ്വല്ലേഴ്സും കൂടെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിലുണ്ട്. നമുക്ക് വേഗം നോക്കാം. നെക്സ്റ്റ് നമ്മുടെ ഷെയ്ഡ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു മെറൂൺ ഷെയ്ഡാണ്. മെറൂൺ എന്ന് പറയുമ്പം ഒരു റെഡ് ചേർന്ന ഒരു വോം മെറൂൺ, ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. സെയിം ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. പാരലൽസ് ബോട്ടമാണ്, ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് ആണ് വന്നിട്ടുള്ളത്. ഇതുപോലെ കുർത്തി ഇങ്ങനെ സ്ലിറ്റഡ് ആയിട്ട് വരുന്നൊരു കുർത്തി. അടുത്ത് നമ്മുടെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിനൊരു ഗ്രീൻ, ഗ്രേ, ബ്ലാക്ക് എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സാണ്. ഒരു ഗ്രീനിഷ് ബ്ലാക്ക് ആ ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. വെരി ബ്യൂട്ടിഫുൾ പാറ്റേൺ. നെക്സ്റ്റ് നമ്മുടെ കളർ വന്നിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഗ്രീൻ ഷെയ്ഡിനകത്തും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. പ്രൈസ് വന്നിരിക്കുന്നത് 1399, റെഡി ടു ഡിസ്പാച്ച്. നെക്സ്റ്റ് വന്നു ഈ കളർ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. അതിനകത്തും സെയിം ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഗ്രേ ഷെയ്ഡ് തന്നെയാണ്. ഒരു ഡീപ്പർ ഒരു ഗ്രേ ഷെയ്ഡിനകത്താണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. പ്രൈസ് വന്നിരിക്കുന്നതെല്ലാം സെയിം ആണ്. 7 വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഡിസ്പാച്ച് വരിക. നെക്സ്റ്റ് വൺ നോക്കാം. ലാസ്റ്റ് കളറാണ് കേട്ടോ. ഇത് വന്നിരിക്കുന്നത് ബ്ലൂ തന്നെയാണ്. ഒരു കൈൻഡ് ഓഫ് ഒരു ടീലിൻ്റെ ഒരു ചെറിയ ഷെയ്ഡുള്ള ബ്ലൂ. ഓക്കെ, സെയിം ഒരു ഫീച്ചേഴ്സൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടാൽ വെബ്സൈറ്റിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ.